ഗൈസ് അപ്പോ നമസ്കാരം. വർഷം 2009 മെയ് 21. വേറെ ഒന്നുമല്ല, നമ്മുടെ രാജേട്ടന്റെ കലണ്ടർ മൂവി റിലീസ്. രാജുവേട്ടന് ആ സിനിമയിൽ മുഴുവൻ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല. കാരണം അങ്ങേരുടെ ആ ഒരു സോജപ്പൻ എന്ന കഥാപാത്രവും അങ്ങനെ ഒരു വാളി പിടിച്ച കഥാപാത്രമാണ്. പിന്നെ അതുകൊണ്ടൊക്കെ തന്നെയാണ് പുള്ളി ആ സിനിമയിൽ ഉടനീളം 10 സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ഒക്കെ ആ ഒരു സിനിമയിൽ അങ്ങനെ അഭിനയിച്ച് ക്രിഞ്ചടിപ്പിച്ച് തീർത്തത്. അങ്ങനെ രാജുവേട്ടന്റെ ആ സോജപ്പൻ എന്ന കഥാപാത്രത്തിന്റെ ആ എക്സ്പ്രഷൻ ഊക്കുകൾ ഇന്നും ഒരു പ്രഹരമെന്ന് കണക്ക് രാജുവേട്ടൻ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിലും അങ്ങനെ ആ ഒരു കലണ്ടർ എന്ന സിനിമ രാജുവേട്ടന്റെ കരിയറിൽ തന്നെ ഒരു ഭൂലോക ദുരന്തമായിട്ട് മാറിയെങ്കിലും അതിന് പരിഹാരമെന്നോണമായിരിക്കണം അതേ വർഷം 2009 ജൂലൈ 24 കൃഷ്ണകുമാർ എന്ന പുള്ളിയുടെ ഒരു കഥാപാത്രം ബോക്സ് ഓഫീസിൽ അവതരിച്ചു. അങ്ങനെ ഒരു പാവവും സാധുവുമായ ഒരു ശുദ്ധ ബ്രാഹ്മണനായ രാജുവേട്ടന്റെ ആ കഥാപാത്രം ബൈ ദ ബൈ ഒരു കാമുകിയും കൂടെ പുള്ളിക്കുണ്ട്. അങ്ങനെ കൃഷ്ണകുമാർ തന്റെ കോളേജ് ജീവിതത്തിലേക്ക് കടന്നപ്പോഴായിരുന്നു അവിടെ ചില കുഴിത്തൊരപ്പന്മാര് സീനിയേഴ്സിന്റെ ഒക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒക്കെ പുറത്ത് അതിന്റെ ഇരയായിട്ട് ആ ഒരു പാവം ചെറുപ്പക്കാരനെ അവരൊക്കെ ചേർന്ന് ഒരു ദിവസം ക്രൂരമായിട്ട് അവശനാക്കി ഒരു മൂലക്കിട്ട് ജീവച്ഛവമാക്കി വിട്ട ശേഷം അവരൊക്കെ വിചാരിച്ചു എന്തെന്ന് അവരുടെയൊക്കെ ഇട്ടാവട്ടത്തുള്ള ആ ഒരു സാധുവായ കൃഷ്ണകുമാർ അങ്ങനെ അണഞ്ഞു കാണുമെന്ന്. അത് ശരിയായിരുന്നു. ഒരു കണക്കിന് ആ സാധുവായ കൃഷ്ണകുമാർ അവിടെ തന്നെ ആ ഒരു അവരുടെ അടിയോടുകൂടെ അവിടെ തന്നെ അണഞ്ഞായിരുന്നു. പക്ഷെ കൃഷ്ണകുമാർ തന്റെ കോളേജ് ജീവിതത്തിൽ ആ ഒരു തിരിച്ചുവരവ് നടത്തിയത് രണ്ടാമതൊരു ക്യാരക്ടർ മൊഡ്യൂലേഷൻ അവിടെ നടത്തിക്കൊണ്ടായിരുന്നു. അത് പക്ഷെ ആ പാവം പഴയ പട്ടരുടെ ഭാവത്തിലായിരുന്നില്ല. പകരം എന്ത് വന്നാലും ഏത് പ്രതിസന്ധികൾ ഏവന്റെ രൂപത്തിൽ വന്നാലും അതിനെയൊക്കെ ഒറ്റയ്ക്ക് ചങ്കുറപ്പോടെ നേരിടാനുള്ള കണക്കാണ് ഒരു പുതിയ മുഖമായിട്ട് കൃഷ്ണകുമാർ അവതരിക്കുക ഉണ്ടായത്. അങ്ങനെ ആ പുതിയ മുഖവും സ്വീകരിച്ചെത്തിയ കൃഷ്ണകുമാറിന്റെ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള മാസ് എൻട്രി ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഈ 2025 അതിന്റെയൊക്കെ തട്ട് താണ് തന്നെ ഇരിക്കും. അതിനൊക്കെ ഇപ്പോഴും ഡിഫറന്റ് ഫാൻ ബേസ് തന്നെയാണ്. അങ്ങനെ ആ സിനിമയിൽ ഉടനീളം രാജുവേട്ടൻ ആ കൃഷ്ണകുമാറിലൂടെ അഴിഞ്ഞാടി ആ വർഷത്തെ മെഗാ ഹിറ്റ് ആ പുതിയ മുഖത്തിന് അടുപ്പിച്ചു കൊടുത്ത് പിന്നെ വില്ലനും നല്ല രീതിക്കുള്ള പങ്കുണ്ടായിരുന്നു അതിൽ. അങ്ങനെ രാജുവേട്ടന്റെ ഫിലിം കരിയറിൽ തന്നെ ഒരു പീക്ക് ലെവൽ ക്ലച്ചാണ് കലണ്ടറിന് ശേഷം പുള്ളി അഭിനയിച്ച് തകർത്ത ഈ പുതിയ മുഖത്തിലൂടെ അന്ന് നേടിയെടുത്തത്. ഗൈസ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നാൽ രാജുവേട്ടന്റെ ഓൾ ടൈം സിനിമ കരിയറിൽ തന്നെ ദുരന്തം കഥാപാത്രമായിട്ട് മാറിയ ഈ സോജപ്പൻ എന്ന കഥാപാത്രത്തിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും എപ്പോഴും വേണമെങ്കിലും മൂക്കി തകർത്തോളൂ, ഞാൻ മൂക്കും. പക്ഷേ പുതിയ മുഖത്തിലെ പോലത്തെ പുള്ളിയുടെ മാസ്റ്റർ പീസ് കഥാപാത്രങ്ങളെ മറന്നുകൊണ്ടാകരുത് ഈ സോജപ്പനെയൊക്കെ നിങ്ങൾ ഊക്കുന്നത് എന്നത് ഓർമ്മിപ്പിച്ച് കൊണ്ടാണ് ഞാനപ്പോ മടങ്ങുന്നത്. അപ്പോ നെക്സ്റ്റ് നമ്മ സന്ധിക്കിற വരേക്കും ബൈ.